മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ, MT വാസുദേവൻ നായർ, MT എന്ന ദ്വയക്ഷരി മലയാളത്തെ സംബന്ധിച്ച് ഇനി മലയാള ഭാഷയെ സംബന്ധിച്ച് അനശ്വരമാണ്. മൃതദേഹം ഇന്ന് തന്നെ നടക്കാവ് കൊട്ടാരം റോഡിലെ MTയുടെ വസതിയിലേക്ക് കൊണ്ടുപോകും എന്ന് തീരുമാനമായിരിക്കുന്നു. MTയുടെ ആഗ്രഹപ്രകാരം തന്നെ പൊതുദർശനം ഉണ്ടാവില്ല. വീട്ടിൽ വരുന്ന ആളുകൾക്ക് കാണാനുള്ള അവസരമുണ്ടാകും എന്നുള്ളതിലുപരിയായുള്ള പൊതുദർശനം ഉണ്ടാവില്ല. നാളെയാണ് സംസ്കാരം നടക്കുക. കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിലായിരിക്കും. കോഴിക്കോട് നെഞ്ചേറ്റുവാങ്ങിയ കഥാകാരനാണ് MTയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് നടക്കുക. MT വാസുദേവൻ നായർ ഇന്ന് 10 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചത്. മകൾ അശ്വതിയും അതുപോലെ തന്നെ ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു MTയുടെ മരണ സമയത്ത്. MTയെ ഇപ്പോൾ കേരളം മുഴുവൻ അനുസ്മരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചിരിക്കുന്നു. മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിൻ്റെ നെറുകയിലെത്തിച്ച പ്രതിഭയാണ് MTയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിക്കുന്നു. കേരളത്തിന് പൊതുവിലും മലയാള സാഹിത്യ ലോകത്തിന് സവിശേഷവുമായ നികത്താനാവാത്ത നഷ്ടമാണ് MTയുടെ ദേഹവിയോഗം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും മലയാള ഭാഷയെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിയ കഥകളുടെ പെരുന്തച്ഛനായിരുന്നു MT വാസുദേവൻ നായർ എന്ന് അനുസ്മരിക്കുന്നു. ഇന്ന് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് തന്നെ നടക്കാവിലെ വീട്ടിലേക്ക് MTയുടെ മൃതദേഹം കൊണ്ടുപോവുകയാണ്. അനുസ്മരണങ്ങൾ പ്രവഹിക്കുകയാണ്. ഇപ്പോൾ മധു നമ്മോടൊപ്പം ഉണ്ട്. മധു ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. മധു, ഇന്ന് തന്നെ MTയുടെ വസതിയിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ സംസ്കാരം നടക്കും എന്നും മറ്റ് വിശദാംശങ്ങൾ പറയാമോ? MTയുടെ ആഗ്രഹം പൊതുദർശനം വേണ്ട എന്നുള്ളതാണ്. വീട്ടിൽ മാത്രം 2 മണിക്കൂർ മാത്രം അവിടെ വരുന്നവർക്ക് കാണാൻ മാത്രം ഇരിക്കുക. വീട്ടിലെ സിത്താര എന്നാണ് ആ വീട്ടിൻ്റെ പേര്. MT താമസിച്ച വീട്, MT കോഴിക്കോട്ട് വന്നതിന് ശേഷം, മാതൃഭൂമിയിൽ വന്നതിന് ശേഷമാണ് MT ആ വീട് ഒരുക്കുന്നത്. അതിനുശേഷം MT ഇത്ര നാൾ താമസിച്ച ആ വീട്ടിൽ 2 മണിക്കൂർ എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ടൗൺ ഹാളിലോ മറ്റൊരിടങ്ങളിലോ പൊതുദർശനം വേണ്ട എന്നാണ് അദ്ദേഹം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഈ സമയമായതുകൊണ്ട് നാളെയാണ് സംസ്കാരം എന്ന് തീരുമാനിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനാവുന്നത്. കോഴിക്കോട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നഗരം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ശേഷം MT കടന്നു വന്നത് കോഴിക്കോട്ടേക്കാണ്. കടലലകൾ സംഗീതം പകരുന്ന നഗരത്തെപ്പറ്റി MTയുടെ എല്ലാ കൃതികളിലും, MTയുടെ ബൃഹത്തായ നോവലുകളിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരുപക്ഷെ ആസുരവിത്തിലൊഴികെ. പക്ഷേ ആ നഗരത്തിൽ MT അദ്ദേഹം താമസിച്ച നഗരത്തിലാണ് ഞാനും താമസിക്കുന്നത് എന്നുള്ളതായിരുന്നു ഓരോ കോഴിക്കോട്ടുകാരന്റെയും അഭിമാനം. സ്വകാര്യ അഹങ്കാരമായിരുന്നു MT വാസുദേവൻ നായർ. മാതൃഭൂമിയെ സംബന്ധിച്ചും അങ്ങനെയാണ്. MT വാസുദേവൻ നായരുടെ ഔദ്യോഗിക ജീവിതം, തൊഴിൽ ജീവിതം മാതൃഭൂമിയിലായിരുന്നു. മാതൃഭൂമിയുടെ ഇപ്പോൾ മാതൃഭൂമിയുടെ MD MP ശ്രേയാംസ് കുമാർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക.